ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇപ്പം ഞാൻ ഇന്ന് എൻ്റെ 10ാമത്തെ നോമ്പ് തുറയായിരുന്നു. നോമ്പെടുത്തു. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ കുറേ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ പേടി തന്നെയാണെന്ന്. എന്തായാലും വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കിതിലൂടെ നിങ്ങളടുത്തൊരു സന്തോഷകരമായ കാര്യം പറയാനുള്ളത്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ കഴിയും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നത്, അതായത് ബഹുമാനപ്പെട്ട കണ്ടവരും ഉസ്താദിനെ കാണുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഉസ്താദിനെ കാണാനായിട്ട് പിന്നെ ഉസ്താദ് തന്നെ ഒരു ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് 17ാം രാവ് ദിവസം ഒരു ഇഫ്താറും നോമ്പുതുറയും. പിന്നെ എനിക്ക് ആ വാക്കുകൾ എനിക്ക് പറയാൻ കിട്ടാത്തത് കൊണ്ട് ക്ഷമിക്കുക. അത് ഞാൻ ഉസ്താദ് ഇവിടെ പറയുന്നത് ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, റമദാൻ മാസത്തിലാണ് യൗമുൽ ഫുർഖാൻ എന്നറിയപ്പെടുന്ന സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ദിനമാകുന്ന ബദർ നടന്നത് പരിശുദ്ധ റമദാനിലാണ്. അവർ 17-നാണ് ബദർ നടന്നത്. ഇതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ കീഴിൽ സ്ഥാപിതമായ മർക്കസ് നോളേജ് സിറ്റി മസ്ജിദിൽ വെച്ച് റമദാൻ 17ാം രാവ് അഥവാ 16 അസ്തമിച്ച വൈകുന്നേരം ബദറുൽ കുബ്ര എന്ന പേരിൽ ഒരു നോമ്പ് തുറയും പരിപാടികളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സൗകര്യമുള്ള എല്ലാവരും അന്ന് നോമ്പ് തുറക്കാൻ നോളേജ് സിറ്റിയിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം നോമ്പ് തുറക്കാൻ പള്ളിയിലും പള്ളിയുടെ പരിസരത്തുമായി ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ അതൊരു വലിയ സദസ്സ് തന്നെയായിരുന്നു. അപ്പോൾ ഉസ്താദ് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുകയാണ് ഒരു നോമ്പ് തുറയ്ക്കും. അതുപോലെ തന്നെ ആ ഒരു ദുആ മജ്‌ലിസ് എന്ന് പറയുന്നത് എല്ലാവരും കൂടെ പങ്കുചേരുക. നോളേജ് സിറ്റിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമ്പോൾ ഞാൻ തട്ടി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഉസ്താദിന്റെ അടുത്ത് പോയി കണ്ടില്ലെങ്കിലും എനിക്ക് ഇത്രയേ ഉള്ളൂ. ഉസ്താദിന് അടുത്ത് നിന്ന് കണ്ടില്ലെങ്കിലും ഉസ്താദ് ഒരു വേദിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ ഇരുന്ന് നമുക്ക് ഒന്ന് കാണാനൊരു ആഗ്രഹം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത്. അപ്പോൾ ആ ആഗ്രഹത്തിന് ഒരു ആ ആഗ്രഹം നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാലും ഞാനും ഉണ്ടാവും അവിടെ നോളേജ് സിറ്റിയിൽ. രാവിലെ ഇവിടുന്ന് പുറപ്പെടുന്നതായിരിക്കും. അപ്പോൾ അത് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ വർഷത്തെ നോമ്പെടുത്തിട്ട് അവിടെ പോയിട്ട് പിന്നെ ആ ഒരു നോമ്പുതുറയിൽ പങ്കെടുക്കുകയും അവിടുത്തെ ഉസ്താദിനെ ഒന്ന് കാണുകയും. ദൂരെ നിന്ന് കണ്ടാൽ മതി, അല്ലാതെ അടുത്ത് നിന്ന് കാണണമെന്നും എന്നെ ധന്യാന്ന് വിളിക്കണമെന്നും അങ്ങനെയൊന്നും എനിക്കില്ല. കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹം, അതിൻ്റെ പിന്നാലെയാണ് ഞാൻ ഓടുന്നത്. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം എപ്പോഴും നല്ല ധൈര്യത്തോടെ ഗാംഭീര്യത്തോടെ ഇങ്ങനെ സംസാരിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. അതുപോലെ ദീർഘായുസ്സ് ദൈവം ഉസ്താദിന് കൊടുക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ബർക്കത്ത് എന്ന് പറയുന്നത് അതൊരു സംഭവമാണ്. അതുപോലെയാണ് ഉസ്താദ് തന്ന ആ 2000 രൂപ. അത് കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് 2000 രൂപ. കഴിഞ്ഞ വർഷം ഞാൻ ഉസ്താദിൻ്റെ അവിടെ പോയപ്പോൾ ഉസ്താദിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എനിക്ക് തന്ന പൈസയാണ്. ഞാൻ ഇതുവരെ ചിലവാക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇത് കയ്യിൽ വെച്ചിട്ട് കണ്ട, ഞാൻ അനക്കിയിട്ടില്ലത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2000 നിർത്തലാക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുക, ഇത് കൊടുക്കണോ, എന്താ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു. പക്ഷെ ഞാൻ എന്തായാലും അങ്ങനെ ചോദിച്ചെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കില്ല എന്ന് തന്നെയായിരുന്നു. അപ്പം ഞാൻ എന്തായാലും അത് കൊടുക്കില്ല. കാരണം എനിക്ക് ആദ്യമായിട്ട്
ഉസ്താദിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഉസ്താദിന്റെ കൈ കൊണ്ട് തൊട്ട ഒരു 2000 രൂപ കിട്ടിയല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം ഞാൻ എന്തായാലും കറക്റ്റ് സമയത്ത് ഞാൻ വിനിയോഗിക്കും. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത്. എത്ര റിസ്ക് എടുത്താലും ഞാൻ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും, അദ്ദേഹത്തിനെ കാണുകയും ചെയ്യും. കുറച്ച് ദൂരം നിന്നാണെങ്കിലും കുഴപ്പമില്ലല്ലോ, കാണാലോ. അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നറിയോ, എന്താണ്, ദേവർഷോല ഉസ്താദിന്റെ അവിടെ സമൂഹ വിവാഹത്തിന് പോയ സമയത്ത് ഉസ്താദ് ഒരു വീഡിയോയില് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടിരുന്നു. പക്ഷെ എന്നാലും നോളേജ് സിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു നോളേജ് സിറ്റിയിൽ അവിടെ പോയിട്ട് നമ്മൾ ആ അദ്ദേഹത്തിനെ കാണുന്നത് പോലെ ആവില്ലല്ലോ. അപ്പൊ എന്തായാലും അതിനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. എന്തായാലും കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് കാണാനായിട്ടുള്ള സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ ഒരു ചാൻസ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.